ഹലോ, അസ്സലാമു അലൈക്കും. ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു നല്ല ക്രിസ്പി ആയിട്ടും ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്രോൺ സ്റ്റിക്ക് ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു 1/2 കിലോ ചെമ്മീനാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ തൊണ്ടും തലയെല്ലാം കളഞ്ഞ് ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. നമുക്ക് ഇതൊന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നിർത്താം. നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് അത് ചുരുണ്ട് വരും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ്, സ്റ്റഡിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ടൂത്ത് പിക്ക് ഒന്ന് കുത്തി കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ ടൂത്ത് പിക്കൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. നമുക്കിതിനൊരു മസാല തയ്യാറാക്കാം. ഒരു ബൗൾ എടുത്ത് വെക്കാം. അതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. എരിവിന് ആവശ്യമായിട്ടുള്ള ഞാൻ ഇവിടെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അതൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. അതൊരു 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. കുറച്ച് കസൂരി മേത്തിയാണ്, ഒരു 1/2 ടീസ്പൂൺ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് സോയാ സോസാണ്, അത് 1/4 ടീസ്പൂണ്, 1/4 മതി. അതിനകത്തേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. അതും ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. ഞാൻ കൂടുതലായിട്ടൊന്നും എടുത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീരായാലും മതിയേ. ഇതിനകത്തേക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ അത് നമുക്ക് ചെമ്മീനിലോട്ട് ഈ മസാലയൊക്കെ ഒന്ന് പരത്തി കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിലായാലും എടുത്ത് വെക്കാം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഇറക്കിയാൽ മതി. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എടുത്താൽ മതി. നമുക്കിവിടെ ഒരു ബൗള് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. മൈദയിലേക്ക് നമുക്കൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനകത്തേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതും ഒരു പിഞ്ചാണ് എടുത്തേക്കണത്. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസായ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അപ്പം നല്ല ലൂസായ ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ നമുക്കൊരു റസ്ക് പൊടിയാണ് എടുത്തേക്കണം. അപ്പോൾ ബ്രെഡ് പൊടിച്ചതാണ്, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ അരിക് എടുത്തിട്ട് അത് ആയാലും നമുക്ക് പൊടിച്ചെടുക്കാം മിക്സിയിലിട്ടിട്ട്. അപ്പം ഞാൻ ഇവിടെ ഇപ്പോൾ റസ്ക്കാണ് പൊടിച്ചെടുത്തേക്കുന്നത്. നമുക്ക് നമ്മുടെ ചെമ്മീൻ എടുത്തിട്ട് നമ്മുടെ മൈദ ബാറ്ററിയിലൊന്ന് മുക്കിയെടുക്കാം. ഇനി നമ്മുടെ ബ്രെഡ് ക്രംസിൽ നമുക്ക് ഒന്നുകൂടെ വേണമെന്നുണ്ടെങ്കിൽ മൈദയിൽ മുക്കിയിട്ട് പിന്നെ ഒന്നുകൂടെ ഇതിലൊന്ന് മുക്കിയെടുക്കുക കേട്ടോ. 2 പ്രാവശ്യം വേണമെന്നുണ്ടെങ്കിൽ കോട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതൊരു പ്രാവശ്യം മാത്രം ചെയ്യണുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ബാക്കിയുള്ള ചെമ്മീനുകൾ നമുക്ക്
നമ്മുടെ ചെമ്മീൻ ഇതുപോലെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് തീയൊന്ന് കുറച്ച് വെക്കാം. ഓരോന്ന് ഇട്ട് കൊടുക്കാം. തീ കൂട്ടുമ്പോൾ ഇത് കരിഞ്ഞു പോകും. നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലപോലെ ക്രിസ്പി ആയിട്ട് എടുക്കണം. നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം. അപ്പം നമ്മുടെ പ്രോൺ സ്റ്റിക്ക് ഫ്രൈ റെസിപ്പി നിങ്ങളെല്ലാവരും കണ്ടുവല്ലോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് ഇട്ടത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.